Dear students, ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് ഇൻ ഇന്ത്യ. നമുക്ക് എമേർജിംഗ് ട്രെൻഡ് എന്ന് പറയുന്നതിനേക്കാളും ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് ഇൻ ഇന്ത്യ ആ രീതിയിൽ നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം സോ ഇറ്റ് ഗിവ്സ് an account of ബാങ്കിങ് ഫ്രം 1947 ഓൺവേർഡ്സ്. 1947 ശേഷം വന്നുള്ള ബാങ്കിങ്ങിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള ചില ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചാണ്, മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. റീസെൻറ്റ് ട്രെൻഡ് എന്നോ അല്ലേ റിട്രോസ്പെക്റ്റീവ് സെനാരിയോ ഓഫ് ബാങ്കിങ് എന്നോ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. സോ കൊമേഴ്ഷ്യൽ ബാങ്ക് എൻ്റെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ അല്ലേ, അതിൻ്റെ നേച്ചറിലും സ്കോപ്പിലും ഒക്കെ മാറ്റങ്ങൾ വന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ ഇന്ത്യയിലും കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. So Indian banking is presently in the process of completing the full circle. Initially, banks are started with the private sector and it moved to the public sector with nationalization of banks in two stages in 1969 and 1980. And now, government proposed to reduce government share of bank from 51% to 33%. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൈവശമുള്ള ബാങ്കുകളിലെ ഷെയർ ഹോൾഡിംഗ് ഒരു പരിധി വരെ 1990-കൾക്ക് ശേഷം അത് 51% വരെ നിലനിർത്താമെന്നുള്ള രീതിയിലേക്ക് കുറേയൊക്കെ നമ്മൾ പ്രൈവറ്റൈസ് ചെയ്തു. ബാക്കിയുള്ള 49% വരെയൊക്കെ പ്രൈവറ്റൈസ് ചെയ്യാന്നുള്ള രീതിയിൽ പബ്ലിക്കിന് ഓഫർ ചെയ്തു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് 33% കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ അത് 33% വരും. ഫ്യൂച്ചറിൽ ഒരുപക്ഷെ ഇത് കുറഞ്ഞ് ഇല്ലാതായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രൈവറ്റൈസേഷനിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുക. So it indicates that public sector banking is now moving towards the direction of privatization. So a clear study of history of Indian banking system shows that it has moved through 5 separate and different stages. Organized banking in India emerged in 1970s. 1770-കളിലാണ് നമ്മൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാകുന്ന സമയത്ത് ബാങ്കിങ്ങിൻ്റെ ട്രേസസ് നമുക്ക് കാണാൻ പറ്റുക. സോ ഇൻ ദി പീരീഡ് ഓഫ് Bank of Hindustan came into existence. By 1872, Indian banks had an aggregate deposit of about 14 crore. Thereafter, a number of banks came into existence and many of them were closed. By 1947, the number of banks enhanced to 94. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ 94 ബാങ്കുകളാണ് ഉണ്ടായിരുന്നത്. And they had 2,700 branches. 2700 ബ്രാഞ്ചുകൾ അവർക്കുണ്ടായിരുന്നു. മിക്കവാറും ഈ ബ്രാഞ്ചുകളൊക്കെ സിറ്റി സെൻട്രിക് ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ആൻഡ് അഗ്രിഗേറ്റ് ഡിപ്പോസിറ്റ് ഓഫ് 928 crore. ഇതായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലുള്ള ഒരു സെനാരിയോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ 2016 സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 2015 അനുസരിച്ച് 1.2 ഒരു 1.2 ലക്ഷം ബ്രാഞ്ചുകൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഇപ്പോൾ കൂടുന്നുണ്ട്. അപ്പം ഇങ്ങനെ വളരെയധികം കൂടുതൽ ബ്രാഞ്ചസ് ഇന്ത്യയിൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ രീതിയിൽ 1,00,000-ലധികം വരുന്ന ഏറ്റവും അധികം ബാങ്ക് ബ്രാഞ്ചുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. സോ ഇന്ത്യ ഈസ് ദി country where there is a large number of bank branches existing in the world. വേൾഡിൽ തന്നെ ഏറ്റവും അധികം ബാങ്ക് ബ്രാഞ്ചുകളുള്ള ഒരു രാജ്യമായിട്ട് ഓവർ 1.3 lakhs 1.3 ലക്ഷത്തിലധികം വരുന്ന ബാങ്ക് ബ്രാഞ്ചസ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും, സ്വാതന്ത്ര്യത്തിന് ശേഷം കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം ബാങ്കുകളാകെ അല്ലേ ഏകദേശം 2015 സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 91 കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ഉള്ളത്. 91. ആ 91 കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ 20 ബാങ്കുകൾ എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. പബ്ലിക് സെക്ടർ ബാങ്ക് നമുക്കറിയാം അല്ലേ, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളും ചേർന്ന് 20 എണ്ണമാണ് ഉള്ളത്. പിന്നെ ബാക്കിയുള്ള അതർ പബ്ലിക് സെക്ടർ ബാങ്കുകളും അതുപോലെ പ്രൈവറ്റ് ബാങ്കുകളും എല്ലാം കൂടി ചേർന്നിട്ടാണ് 91. ഇതിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്കറിയാം. റീസെൻ്റ്ലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഗിവൺ പെർമിഷൻ or banking license to
ക്ലിയർ. സെവറൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്, ഇവർക്കൊക്കെ ബാങ്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. എന്തായിട്ടാണത് ആക്ട് ചെയ്യാൻ? സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയിട്ട് ആക്ട് ചെയ്യണം. ക്ലിയറിന് സ്മോൾ ഫിനാൻസ് ബാങ്ക് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ബാങ്കുകൾ എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി, ലിമിറ്റഡ് കൈൻഡ് ഓഫ് ബാങ്കിങ് ചെയ്യുന്നതിന് വേണ്ടി ലൈസൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ഇപ്പോൾ നമ്പർ ഓഫ് ബാങ്ക് ബ്രാഞ്ചസ് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൂടിയിട്ടുണ്ട്. ഓക്കെ. സോ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949 ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിട്ട് നമുക്ക് പറയാം. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. ബാങ്കുകളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിന് വേണ്ടി 1949 പാസ് ചെയ്തിട്ടുള്ളൊരു നിയമമാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഓക്കെ. അതിൽ ബാങ്കുകൾ അവരുടെ പ്രവർത്തനം അല്ലേ, അതിൻ്റെ റെഗുലേഷൻ എല്ലാം അതിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ക്രിയേഷൻ ഓഫ് SBI 1955 അല്ലേ, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിലേക്ക് മാറ്റിക്കൊണ്ട് അല്ലേ, നാഷണലൈസ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിക്കൊണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിക്കൊണ്ട് സ്റ്റേറ്റ് ബാങ്കിനെ രൂപീകരിച്ചു. ക്ലിയർ. അപ്പോൾ അതോടുകൂടി ക്ലിയർ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ക്രിയേഷൻ വന്നതോടുകൂടി ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റി, എല്ലാ സ്ഥലങ്ങളിലും ക്ലിയർ അറ്റ്ലീസ്റ്റ് ഓരോ ഡിസ്ട്രിക്റ്റിലെങ്കിലും പോലും ക്ലിയർ റൂറലോ അർബണോ വ്യത്യാസമില്ലാതെ, സിറ്റിയോ അല്ലെങ്കിൽ നോൺ സിറ്റിയോ വ്യത്യാസമില്ലാതെ ബാങ്കുകളും ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി സെപ്പറേറ്റ് ഡിവിഷൻ തുടങ്ങാനൊക്കെ ഇതുവഴി കഴിഞ്ഞു. ഓക്കെ. സ്റ്റേറ്റ് ബാങ്കും അവരുടെ അസോസിയേറ്റ് ബാങ്കുകളെല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് മാത്രമായിട്ട് പ്രവർത്തിക്കുന്നു. നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ക്ലിയർ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് നാഷണലൈസേഷൻ അല്ലേ. 1960 നമ്മൾ അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞു. 1969 നമ്മൾ എന്ത് ചെയ്തു, 14 കൊമേഴ്ഷ്യൽ ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. ക്ലിയർ. അതിനുശേഷം 1980 6 കൂടെ നാഷണലൈസ് ചെയ്തു. ഇതിൽ നേരത്തെ നാഷണലൈസ് ചെയ്ത ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിനെ പിന്നീട് എന്ത് ചെയ്തു, ഒരു ബാങ്കുമായിട്ട് മെർജ് ചെയ്യുകയുണ്ടായി. ക്ലിയർ. അതോടുകൂടി 14 + 6 ആയിരുന്നു, 1 കുറച്ച് കഴിഞ്ഞ് 19 മാറി. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെയാണ് 20 വരുന്നത്. ഓക്കെ. സോ ലീഡ് ബാങ്കിങ് സ്കീം ക്ലിയർ. ഗവൺമെൻറ് കൊണ്ടുവന്നുള്ള വേറൊരു പ്രധാനപ്പെട്ട സ്കീമാണ് ലീഡ് ബാങ്കിങ് സ്കീം. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് എ ലീഡ് ബാങ്കിങ് സ്കീം in December 1969 to achieve a twin objective such as deposit mobilization in rural area and institutionalization of bank credit for a rapid growth of neglected sectors in the economy. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ക്ലിയർ കുറച്ച് വർഷം മുമ്പ് വരെ ഒരു ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, ചില സ്ഥലങ്ങൾ സിറ്റിയിലുള്ള സ്ഥലങ്ങൾ വളരെയധികം വികസിക്കുന്നു, വേറെ ചില സ്ഥലങ്ങൾ ഗ്രാമപ്രദേശങ്ങളായിട്ട് വികസനമോ വളർച്ചയോ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിവൈഡ് അർബൻ റൂറൽ ഡിവൈഡൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അല്ലേ. അതുപോലെ തന്നെ നേരത്തെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു സിറ്റിയിലേക്ക് ആളുകളുടെ മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ഫ്രം റൂറൽ ഏരിയ ടു അർബൻ ഏരിയ. അത് അർബൻ ഏരിയയിൽ പലതരത്തിലുള്ള പ്രോബ്ലത്തിനും കാരണമാകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഓരോ പ്രദേശങ്ങളും വികസിക്കണം. അപ്പോൾ അങ്ങനെ വികസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ബാങ്കുകളുടെ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാങ്ക് ക്രെഡിറ്റിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ചെറിയ പ്രദേശങ്ങളിൽ പോലും ഒരു സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കി ആളുകളുടെ അല്ലേ അവരുടെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സേവിങ് ഹാബിറ്റ് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാങ്കുകളുടെ ബ്രാഞ്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളൊരു സ്കീമാണ് ഇത്. സോ ദ ബേസിക് ഐഡിയ ഈസ് ടു ഹാവ് ആൻ ഏരിയ അപ്രോച്ച്, ലോക്കൽ ഏരിയ അപ്രോച്ച് എന്നാണ് ഇതിന് പറയുക കേട്ടോ. LAA ക്ലിയർ. എന്താ ലോക്കൽ ഏരിയ അപ്രോച്ച്? ഇതനുസരിച്ചിട്ട് ഒരു ലൊക്കാലിറ്റിയുടെ ചുമതല ഒരു ബാങ്കിനെ ഏൽപ്പിക്കുന്നു. ക്ലിയർ. സോ ലോക്കൽ ഏരിയ അപ്രോച്ച് ഫോർ ടാർഗറ്റഡ് ആൻഡ് ഫോക്കസ്ഡ് ബാങ്കിങ്. ഒരു സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ, ഐഡൻറ്റിഫൈഡ് ഏരിയയിലുള്ള ബാങ്കിങ്ങിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ ചുമതല, അല്ലെങ്കിൽ അവിടെയുള്ള ബാങ്കിങ് സർവീസ് ആയുള്ള ഡിപ്പോസിറ്റ് ആയിക്കോട്ടെ, മൊബിലൈസേഷൻ ആയിക്കോട്ടെ, ബാങ്ക് ക്രെഡിറ്റ് ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ചുമതല എന്ത് ചെയ്യുന്നു, ഒരു ബാങ്കിനെ ഏൽപ്പിക്കുന്നു. ഓക്കെ. So the bankers committee headed by F.S. Nariman concluded that districts would be the unit of India. ക്ലിയർ. അതുകൊണ്ട് നരിമാൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് വെച്ച് ഓരോ ഡിസ്ട്രിക്റ്റിനെയും ഒരു ഏരിയ ആക്കി, ക്ലിയർ, ലോക്കൽ ഏരിയ ആക്കി മാറ്റി. ദെൻ the bank which will perform the role of a lead bank. ഇങ്ങനെ ഈ ഓരോ ഏരിയയിലും ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു ബാങ്കിനെ, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിനെ ക്ലിയർ ഒരു ലീഡ് ബാങ്കായിട്ട് പ്രഖ്യാപിച്ചു. ക്ലിയർ. എന്താ ലീഡ് ബാങ്ക്? ആ ഡിസ്ട്രിക്റ്റിലുള്ള, ജില്ലയിലുള്ള ബാങ്കിങ്ങിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാം. അവിടെ വേറെയും ബാങ്കുകളുണ്ടാവും, ബ്രാഞ്ചുകളുണ്ടാവും. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയും ക്ലിയർ അതുപോലെ തന്നെ ഈ ബാങ്ക് കുറച്ചുകൂടെ കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒരു ബാങ്കിനെ ഇൻട്രസ്റ്റ് ചെയ്തു.
അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിനെയും ഓരോ ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സ്കീമിനെ പറയുന്ന പേരാണ് ലീഡ് ബാങ്ക്. ക്ലിയർ? അപ്പോൾ ഒരു ലോക്കൽ ഏരിയ അപ്രോച്ച് അനുസരിച്ചിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റിലെ ചുമതലയുള്ള ബാങ്കിനെ ലീഡ് ബാങ്ക് എന്ന് പറയുന്നു. Okay, so each district have been assigned to a different bank. Clear? That is public or private. മിക്കവാറും പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. To act as a consortium lender to coordinate the efforts of banks in the district, particularly in matters like branch expansion, credit planning, ക്ലിയർ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ്, MSME ക്രെഡിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ കൺസോഷ്യൽ ലെൻഡിങ്, ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ബാങ്കിന് മാത്രം, ബ്രാഞ്ചിന് മാത്രം ലോൺ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ബാങ്കുകളെല്ലാം കൂടെ അസോസിയേറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കൺസോഷ്യം ഫോം ചെയ്ത് ലെൻഡ് ചെയ്യുക. അപ്പോൾ അത്തരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. സോ ലീഡ് ബാങ്ക് വാസ് ടു ആക്ട് ആസ് എ കൺസോഷ്യം ലീഡർ for coordinating the efforts of all credit institutions in each of the allotted districts for expansion of branch banking facilities and for meeting the credit needs of the rural economy. അപ്പോൾ ആ രീതിയിൽ റൂറൽ എക്കണോമിയുടെ ഒരു ബൂസ്റ്റിന് വേണ്ടി, ഒരു ബൂസ്റ്റപ്പിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ലീഡ് ബാങ്കിങ് സ്കീം. ഫോർ എക്സാമ്പിൾ, പാലക്കാട് ജില്ലയിലെ ലീഡ് ബാങ്കായിട്ട് കനറ ബാങ്കിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. ക്ലിയർ? സോ കനറ ബാങ്ക് ആക്ട് ആസ് എ ലീഡ് ബാങ്ക് ഫോർ ദി പാലക്കാട് ഡിസ്ട്രിക്ട്. ക്ലിയർ? അതുപോലെ തന്നെ ഈ ലീഡ് ബാങ്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ വില്ലേജുകളിലും പ്രവർത്തിക്കുന്ന, ഓരോ പഞ്ചായത്തിലും പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക്, അവരുടെ ബ്രാഞ്ചുകൾക്ക് ഓരോരോ ബ്രാഞ്ചുകളെ എന്തിനു വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ബാങ്കിങ് സർവീസിന് വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വാർഡുകൾക്കും ബാങ്കിങ് സർവീസിന് വേണ്ടി ബാങ്കുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഒരു പക്ഷേ ഫോർ എക്സാമ്പിൾ നല്ലേപ്പള്ളി പഞ്ചായത്തിൽ വേറൊരു ബാങ്കിനായിരിക്കും ചുമതല. ക്ലിയർ? ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ കൊഴിഞ്ഞാമ്പ്ര പഞ്ചായത്തിൽ വേറൊന്നിനായിരിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഫോർ എക്സാമ്പിൾ നല്ലേപ്പള്ളി പഞ്ചായത്തിൽ തന്നെ ഒരു വാർഡിന് വേറൊരു ബ്രാഞ്ചിനായിരിക്കും ചിലപ്പോൾ ചുമതല കൊടുത്തിട്ടുണ്ടോ. ഇങ്ങനെ ഡീസെൻട്രലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, റോള് കൊടുക്കുന്നു. പക്ഷേ എങ്കിലും ഡിസ്ട്രിക്റ്റിലുള്ള, ജില്ലയിലുള്ള എല്ലാ തരത്തിലുള്ള കോർഡിനേഷൻ ആര് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലീഡ് ബാങ്കായിട്ടുള്ള, അല്ലേ, ഫോർ എക്സാമ്പിൾ പാലക്കാട് ജില്ലയുടെ കേസിൽ കനറ ബാങ്ക് ചെയ്യും. ഇങ്ങനെ വരുന്നൊരു സ്കീമിനെയാണ് എന്ത് പറയുന്നത്, കൺസോഷ്യം. ക്ലിയർ? ദാറ്റ് ഈസ് ലീഡ് ബാങ്ക് സ്കീം. ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ്. ക്ലിയർ? സോ deposit insurance scheme was introduced in January 1962. Clear? അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. To protect the interest of small depositors and restore the confidence among people or public of the soundness of the banking system in the country. ബാങ്കിങ്ങിൻ്റെ ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത് ഡിപ്പോസിറ്റേഴ്സ് നിക്ഷേപിച്ചിരിക്കുന്ന പൈസ അവർ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കുന്നതാണ്, അല്ലേ? ചില സമയത്ത് ബാങ്കുകൾ ഫെയിലായി എന്ന് വിചാരിക്കുക. അപ്പോൾ നിക്ഷേപകർക്ക് പൈസ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്കൊരു മടി ഉണ്ടാവും. നമ്മുടെ കയ്യിലുള്ള സേവിങ്സിനെ കൊണ്ട് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലേ, നമ്മൾ പിൻവലിക്കാൻ മുമ്പ് ബാങ്ക്, അല്ലേ, പൊളിഞ്ഞു പോകുമോ, അങ്ങനെയൊക്കെയുള്ള സംശയം ഉണ്ടാവും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത പരിധി വരെയുള്ള ഡിപ്പോസിറ്റ്, ഫോർ എക്സാമ്പിൾ നേരത്തെ അത് 1 lakh രൂപയായിരുന്നു. 1 ലക്ഷം രൂപ. അപ്പോൾ 1 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപം എന്ന് പറയുന്നത്, ആ നിക്ഷേപങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഈ ഇൻഷുറൻസ്, ക്ലിയർ, ഈ സ്കീം അനുസരിച്ച്, ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് സ്കീം അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ക്ലിയർ? അഥവാ ബാങ്ക് ഫെയിലായാലും എന്ത് ചെയ്യും, ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ വഴി നമുക്ക് ആ ഡിപ്പോസിറ്റ് തിരിച്ചു കിട്ടും. അപ്പോൾ ആളുകൾക്കൊരു വിശ്വാസം ഉണ്ടാവും, അല്ലേ? അങ്ങനെ ഒരു ബാങ്കിങ്ങിൽ വിശ്വാസ്യത കൊണ്ടുവരുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് ഇത്. സിമിലർലി, വിത്ത് എ വ്യൂ ടു എൻകറേജ് ദ ബാങ്ക് ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു സ്മോൾ ബോറോവേഴ്സ് ഓൺ എ ലാർജ് സ്കെയിൽ വിത്തൗട്ട് എക്സസീവ് റിസ്ക്, Credit Guarantee Corporation of India was introduced in 1971. അതുപോലെ തന്നെ with a view to encourage the banks to provide credit to small borrower. അതുപോലെ വേറൊരു കേസ്, ഇത് പബ്ലിക്കിന് ബാങ്കിലുള്ളൊരു കോൺഫിഡൻസിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ, അല്ലേ, ബാങ്കുകൾക്ക് ചിലപ്പോൾ, അല്ലേ, ലോൺ കൊടുക്കുന്ന ആളുകൾക്കിടയിൽ പബ്ലിക്കിനോട് ചിലപ്പോൾ എന്തുണ്ടാകും, കോൺഫിഡൻസ് ഉണ്ടാവില്ല, അല്ലേ? ബാങ്കുകൾ പറയും, ഒരാൾ ലോണിന് പോയി കഴിഞ്ഞാൽ, അല്ലേ, ഇയാൾ തിരിച്ചടയ്ക്കോ, കൊടുത്ത പൈസ നഷ്ടപ്പെടുമോ, ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ക്രെഡിറ്റ് കൊടുക്കാൻ ബാങ്കുകൾ മടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി 1971 എന്ത് ചെയ്തു, ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കോർപ്പറേഷൻ രൂപീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെ ഫാർമേഴ്സിനോ അല്ലെങ്കിൽ വീക്കർ സെക്ഷൻസിനോ അതുപോലെ തന്നെ നമ്മൾ ആർട്ടിസാൻസിനോ MSMEകൾക്കൊക്കെ ലോൺ കൊടുക്കുന്ന സമയത്ത്, ക്ലിയർ, ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ ആ ക്രെഡിറ്റിൽ ഫെയിലിയർ വരികയാണെങ്കിൽ, അവർ പാപ്പറായി പോകുക, അല്ലെങ്കിൽ അടയ്ക്കാതെ വരിക, ഡീഫോൾട്ട് വരുത്തുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. Okay, so later in 1970, the Credit Guarantee Corporation of India was merged with the Deposit Insurance Corporation. Clear? Then the main objective of the corporation is to provide
insurance protection to small depositors and to provide credit guarantee to the banks for the loans extended to small borrowers. Clear? അപ്പോൾ ഇപ്പോൾ അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ക്ലിയർ? അതനുസരിച്ച് ഒരു പരിധി വരെയുള്ള ഡിപ്പോസിറ്റ്സിന് ഇൻഷുറൻസ് സംരക്ഷണമുണ്ട്. അതുപോലെ ഒരു പരിധി വരെയുള്ള സ്മോൾ ബോറോവേഴ്സിന് കൊടുക്കുന്ന ഒരു പരിധി വരെയുള്ള ലോണുകൾക്ക് ഗ്യാരണ്ടിയും ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ സ്കീം. ഇതനുസരിച്ച് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്കീം വന്നതോടുകൂടി ബാങ്കുകൾക്ക് കുറച്ചുകൂടെ അല്ലേ ചെറുകിട വ്യക്തികൾക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫാർമേഴ്സിനോ ആർട്ടിസാൻസിനോ ഒക്കെ ലോൺ കൊടുക്കാനും അതുപോലെ തന്നെയുള്ളൊരു സന്നദ്ധ വരികയും അതുപോലെ ആളുകൾക്ക് അവരുടെ പൈസ ചെറിയ ചെറിയ സേവിങ്സ് ആണെങ്കിലും ബാങ്കിൽ കൊണ്ടിടാനും ഉള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായി. ദെൻ നമ്പർ ഓഫ് ബാങ്ക്സ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ബാങ്ക്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം 1,30,000 വരുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക് ബ്രാഞ്ചുകളുണ്ട്. ക്ലിയർ? ഏകദേശം 91 കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ഇപ്പോൾ നമ്മൾ വളരെയധികം ബാങ്കുകളുടെ ബ്രാഞ്ച് മീൻസ് ബാങ്കുകളുടെ എണ്ണം ഒക്കെ കൂടുതൽ. കാരണം സ്മോൾ ഫിനാൻസ് ബാങ്ക് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ബാങ്ക് എന്നുള്ള രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലിമിറ്റഡ് ടൈപ്പ് ഓഫ് ബാങ്കിങ് ചെയ്യുന്നതിന് വേണ്ടി കുറേയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് RBI ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? അതിൻ്റെ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട്. അപ്പോൾ അതോടുകൂടി ഇപ്പോൾ ബാങ്കുകളുടെ എണ്ണത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ. സോ അറ്റ് പ്രസൻറ്റ് ദർ ആർ 27 പബ്ലിക് സെക്ടർ ബാങ്ക്. ഇതിൽ 27 ഇപ്പോൾ ഇല്ല കേട്ടോ. കാരണം നേരത്തെ ഉണ്ടായിരുന്ന 27 എന്ന് പറയുന്നതിൽ 7 എന്ത് ചെയ്തു? 7 എന്ന് പറയുന്നത് സബ്സിഡറി ബാങ്കുകളാണ്. അസോസിയേറ്റ് ബാങ്ക്സ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതൊക്കെ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് മെർജ് ചെയ്തു. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തേ ഉള്ളൂ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 19 നാഷണലൈസ്ഡ് ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർത്ത് 20 ബാങ്കുകൾ പബ്ലിക് സെക്ടറിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ. ഇതെല്ലാം നമ്മൾ നേരത്തെ നോക്കിയത് കൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല കേട്ടോ. ദെൻ ബ്രാഞ്ച് എക്സ്പാൻഷൻ. ബ്രാഞ്ച് എക്സ്പാൻഷൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. 1951, at the end of 1951, there were 4,151 branches for the commercial banks. ഇപ്പോൾ the total number of branches is 1,02,343 at the end of March 2013 ആണ്. ഇപ്പോൾ അത് 1,30,000 അധികമാണ് കേട്ടോ. By the end of 2016, 1,30,000 above. Okay. അതുപോലെ തന്നെ 71% of the branches of public sector banks are in rural and semi-urban area. Clear? The number of ATMs in the country, clear, as on 2013 March is 1,14,014. Clear? അപ്പോൾ 1,14,000. ഇപ്പോൾ ATMൻ്റെ എക്സ്പാൻഷൻ അത്രത്തോളം വളരെ കൂടുതലായിട്ടില്ല. അതിൻ്റെ റേറ്റ് പിന്നീട് കുറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും ക്ലിയർ 1,00,000 അധികം വരുന്ന 1,20,000 അടുത്ത് ATMകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ക്ലിയർ? ദെൻ ഇൻക്രീസസ് ഇൻ ഡിപ്പോസിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ്. അപ്പോൾ അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ക്ലിയർ? ഡിപ്പോസിറ്റ്സിൻ്റെ എമൗണ്ടും വളരെയധികം കൂടിയിട്ടുണ്ട്. ഓക്കെ. So total deposits of all scheduled commercial banks stood at rupees 820 crores in 1951. Clear? 1951 ഇങ്ങനെയായിരുന്നു. The growth in gross banking credit increases to 14.7% for rural, clear, in March 2015 and from 14% year ago. Clear? So growth in aggregate deposits accelerated to 12.3%. അത്തരത്തിൽ 10-12-14% വെച്ചിട്ട് വളർച്ച ക്ലിയർ ഡിപ്പോസിറ്റ്സിലും അതുപോലെ തന്നെ ക്രെഡിറ്റിലും ഒക്കെ വരുന്നുണ്ട്. സോ ഇൻ സെപ്റ്റംബർ 2014 from 11.5 years ago, clear, where gross banking and the percentage ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. So the acceleration in aggregate deposits as well as the deceleration in the gross banking credit, clear, was low, broad based and observed across all population groups. So ഏകദേശം ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്ലിയർ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ നിന്ന് മാത്രമായിട്ട് ഡിപ്പോസിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 90 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ പ്രൈവറ്റ് സെക്ടർ കൂടെ എല്ലാം കൂടെ ചേർക്കുകയാണെങ്കിൽ 100 ക്ലിയർ ട്രില്യൺ ആയിട്ട്
അതിലധികം വരുന്ന അല്ലെങ്കിൽ അത്രത്തോളം ഡിപ്പോസിറ്റ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോണിൻ്റെ ക്രെഡിറ്റ് എക്സ്പാൻഷൻ നോക്കുകയാണെങ്കിൽ 2020 അല്ലേ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ റീസെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ക്ലിയർ ഏകദേശം 100 ലക്ഷം കോടി രൂപയുടെ ക്ലിയർ അധികം വരുന്ന ക്രെഡിറ്റ് ക്ലിയർ ഇന്ത്യൻ ബാങ്ക് വെക്കുന്നത് ക്ലിയർ. അപ്പോൾ അത്തരത്തിലുള്ള ലെൻഡിങ്ങും ഡിപ്പോസിറ്റ്സും നമുക്ക് കാണാൻ പറ്റും. ഇത് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ വളർച്ചയാണ് കാണിക്കുന്നത്. ദെൻ ചേഞ്ചസ് ഇൻ ദി കമ്പോസിഷൻ ഓഫ് ഡിപ്പോസിറ്റ്, അതുപോലെ ഡിപ്പോസിറ്റിൻ്റെ കമ്പോസിഷനിൽ ഒരു മാറ്റം, അതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഇവിടെ പറയുന്നു. സോ ദ റിലേറ്റീവ് പ്രൊപ്പോർഷൻസ് ഓഫ് ഡിമാൻഡ് ആൻഡ് ടൈം ഡിപ്പോസിറ്റ്സ് ഹാവ് ആൾസോ ചേഞ്ച് കൺസിഡറബിളി. ദ പ്രൊപ്പോർഷൻ ഓഫ് ടൈം ഡിപ്പോസിറ്റ് ഈസ് എൻഹാൻസിങ് കണ്ടിന്യൂസ്ലി ഡ്യൂറിങ് 56 years. ക്ലിയർ. അപ്പോൾ ടൈം ഡിപ്പോസിറ്റ് പറഞ്ഞാൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് കേട്ടോ. ടേമിൽ നേരത്തെയൊക്കെ ആണെങ്കിൽ അതിന് സേവിങ്സ് ഡിപ്പോസിറ്റും കറണ്ട് ഡിപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് എന്ന് പറയും. ഇപ്പോൾ ഇതിനെ മാറ്റിയിട്ട് ഇപ്പോൾ മിക്കവാറും ആൾക്കാരിൽ നിന്ന് ഫിക്സഡ് ആയില്ല, ടേം ഡിപ്പോസിറ്റ്സിൻ്റെ അളവ് കൂടിക്കൊണ്ട് വരുന്ന ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ. അപ്പോൾ കൂടുതൽ ആൾക്കാരും സേവ് ചെയ്യുന്നതെന്ന് അർത്ഥം, അല്ലെങ്കിൽ അവർ സേവിങ്സ് ബാങ്കിൽ വിശ്വസിച്ചുകൊണ്ട് നിക്ഷേപിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ക്രെഡിറ്റ് എക്സ്പാൻഷൻ വന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു അല്ലേ. ഏകദേശം 100 ലക്ഷം കോടി രൂപയുടെ ക്രെഡിറ്റ്, അത് 100 ലക്ഷത്തിലധികം ഇന്ത്യൻ റുപ്പീസ് വരുന്ന ക്ലിയർ ക്രെഡിറ്റ് നമ്മുടെ സ്ഥാപനങ്ങൾ, ബാങ്കിങ് സ്ഥാപനങ്ങൾ മുഖേന നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള വലിയൊരു ക്രെഡിറ്റ് എക്സ്പാൻഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. സോ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ടു ക്ലിയർ, നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ക്ലിയർ. 2014 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 39,38,659 crore ക്ലിയർ കുമുലേറ്റീവ് ആയിട്ടുള്ള ലോൺ ആണ് ക്ലിയർ. എത്രത്തോളം ലോൺ കൊടുത്തു കഴിഞ്ഞു എന്നർത്ഥം. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രൊവിഷൻ ഓഫ് more advances to small scale industries and agricultural purposes. Then advance to priority sector. Okay. പ്രയോറിറ്റി സെക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് പ്രയോറിറ്റി സെക്ടർ ഇൻ ഇന്ത്യ? അഗ്രികൾച്ചർ ആവാം, സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ, അതുപോലെ തന്നെ micro, small and medium enterprises, then export credit, okay, education, housing, social infrastructure, renewable energy, ഇങ്ങനെയുള്ളതൊക്കെ എന്തായിട്ട് അറിയപ്പെടുന്നു? പ്രയോറിറ്റി സെക്ടറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്ലിയർ. അപ്പോൾ ഇങ്ങനെയുള്ള സെക്ടേഴ്സിനൊക്കെ ഒരു നിശ്ചിത ശതമാനം ക്രെഡിറ്റ് കൊടുക്കണം എന്നുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശമാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസി ഡിസിഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഇന്ത്യൻ ബാങ്ക്സ് എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതും ക്രെഡിറ്റിൻ്റെ എക്സ്പാൻഷന് കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. So at present, domestic banks have to disperse 40% of the net bank credit to the total priority sector. Clear? 40% ആകെ കൊടുക്കുന്ന ക്രെഡിറ്റിന് 40% പ്രയോറിറ്റി സെക്ടർ എന്നായിരിക്കണം. ഓക്കെ. ഔട്ട് ഓഫ് വിച്ച് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു ലെൻഡ് അറ്റ്ലീസ്റ്റ് 18% and 10% respectively of their net bank credits, okay, to agriculture sector and weaker sections of the society. അപ്പോൾ ഇങ്ങനെയുള്ള ചില പോളിസീസിൻ്റെ ഫലമായി അല്ലേ അഥവാ ബാങ്കുകൾക്ക് ഉണ്ടാകുന്ന ഒരു മടി അല്ലേ, വീക്കർ സെക്ഷൻസിനോ അഗ്രികൾച്ചർ പർപ്പസിനോ ഫാം പർപ്പസിനോ ഒക്കെ ലോൺ കൊടുക്കുന്നതിൽ വരുന്ന അല്ലേ ഇത് ഒഴിവാക്കിക്കൊണ്ട് അവിടെ അത്തരത്തിലുള്ള മടി ഒഴിവാക്കിക്കൊണ്ട് തന്നെ ആ ലോണുകൾ ഓരോ പ്രദേശത്തിനും ലഭിക്കണമെന്ന് ഉറപ്പാക്കാനും അതുവഴി ക്ലിയർ എക്കണോമിക് ഡെവലപ്മെൻറ്റും സോഷ്യൽ ഡെവലപ്മെൻറ്റും അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റും റൂറൽ ഡെവലപ്മെൻറ്റൊക്കെ സാധ്യമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദെൻ മൈക്രോ ഫിനാൻസ് അല്ലേ ഒരു പുതിയ ഒരു സംരംഭമായിട്ട് വന്നതാണ്. ക്ലിയർ. സോ ദി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ക്ലിയർ കുടുംബശ്രീ പോലുള്ള ക്ലിയർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്കിങ് ലിങ്കേജ് പ്രോഗ്രാം ഹാസ് എമേർജ്ഡ് ആസ് ദി മേജർ മൈക്രോ ഫിനാൻസ് പ്രോഗ്രാം ഇൻ ദ കൺട്രി. ക്ലിയർ. ഓരോരോ ചെറിയ പ്രദേശങ്ങളുടെ നീഡ്സ് എന്താണ്, അവിടെയുള്ള പ്രത്യേകത എന്താണ്, ഒരു പക്ഷേ ബാങ്കിലോ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ടാണ് 2000-ന് ശേഷം അല്ലെങ്കിൽ 2000-ൻ്റെ ആ പീരീഡിൽ ക്ലിയർ നമ്മളിവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്തത്, മൈക്രോ ഫിനാൻസ് അല്ലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലിയർ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഫോമുലേഷൻ അല്ലെങ്കിൽ ഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ക്ലിയർ. 1990-കളുടെ അവസാനത്തോടുകൂടി ഇത്തരത്തിലുള്ളൊരു ശ്രമം ഉണ്ടായി വന്നിട്ടുണ്ട്. ക്ലിയർ. അങ്ങനെ കുറേയധികം യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയ ഗ്രൂപ്പുകൾ അവരവർക്ക് അറിയാവുന്ന അല്ലേ കുറച്ച് ആൾക്കാരെ കൂടി ചേർത്തൊരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അവരുടെ മോട്ടീവ് എന്ന് പറഞ്ഞ സർവീസാണ്, എക്കണോമിക് ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് പരസ്പരം സർവീസ് ചെയ്യുക. അവരെന്ത് ചെയ്യുന്നു, ഒരു സംരംഭം ഐഡൻറ്റിഫൈ ചെയ്യുന്നു,
അതിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലിന് വേണ്ടി ബാങ്കിൽ അപേക്ഷിക്കുന്നു. ക്ലിയർ. ഈ ക്യാപിറ്റൽ ബാങ്ക് നൽകുന്നു. ക്ലിയർ. ഇതിനുള്ള റീപേയ്മെൻറ്റ് ചെയ്യും. വീണ്ടും അതിന് റിവോൾവിംഗ് ഫണ്ടായിട്ട് വീണ്ടും ബാങ്ക് നൽകും. ഇങ്ങനെ വികസിച്ച് കൊണ്ടുവരുന്ന ഒരു സ്കീമായിട്ടാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വന്നത്. ക്ലിയർ. ഇതിനെ മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് ക്രെഡിറ്റ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇത് വളരെയധികം വ്യാപകമായിട്ട് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ക്ലിയർ. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വഴിയാണ് മിക്കവാറും ഇത് നടക്കുന്നത്. ക്ലിയർ. ചില കോപ്പറേറ്റീവ് ബാങ്കുകൾ നൽകുന്നുണ്ട്, പക്ഷേ മിക്കവാറും കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, RRBs, കോപ്പറേറ്റീവ് ബാങ്ക്സ്, ക്ലിയർ, എല്ലാം ഇതിൻ്റെ പങ്കാളികളായിട്ട് മാറുന്നു. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, ക്ലിയർ, സേവിങ്സ് ലിങ്ക്ഡ് വിത്ത് banks are 74.3 lakhs. Then total amount of loan disbursed to self-help groups during 2013-14 was 42,927 crore. ക്ലിയർ. അത്രത്തോളം എമൗണ്ട്. ക്ലിയർ. ഇത് പഴയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഇപ്പോൾ ഇതൊക്കെ കൂടിയിട്ടുണ്ട്. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ വലിയൊരു എമൗണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഹാവിങ് ലോൺസ് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31st March 2014. ക്ലിയർ. എത്രയാണ് വന്നിരിക്കുന്നത്? 41.97 ലക്ഷം കോടി രൂപയാണ്. ക്ലിയർ. അപ്പം അത്രയും വലിയൊരു എമൗണ്ട് അല്ലേ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ ഇതിൽ വഴി കൊടുത്തിട്ടുണ്ട്. അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഹാവിങ് ലോൺസ് ഔട്ട്സ്റ്റാൻഡിങ്. ക്ലിയർ. 31 മാർച്ച് 2014 ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ക്ലിയർ ലോൺ കൊടുത്ത് അല്ലേ തിരിച്ച് അടയ്ക്കുന്നതിൽ അല്ലേ ഔട്ട്സ്റ്റാൻഡിങ് ബാക്കി നിൽക്കുന്ന യൂണിറ്റുകളുടെ എണ്ണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് 41.97 lakh. അപ്പോൾ അത്രയും യൂണിറ്റുകൾക്ക് കടം കൊടുത്തിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ. ദെൻ ആവറേജ് ലോൺ amount dispersed to self help group during 2013-14. ക്ലിയർ. അതിൻ്റെ എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. 1,75,768 crores rupees. റിസർവ് ബാങ്ക് കൺട്രോൾ. ക്ലിയർ. RBIയുടെ കൺട്രോളിനെ കുറിച്ചാണ് പറയുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഇന്ത്യയുടെ ബാങ്കിങ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ്. ഓക്കെ. ഇൻ റീസെൻറ്റ് ഇയേഴ്സ് RBI ഹാസ് എക്സസൈസിങ് greater control over the Indian commercial banks. So Banking Regulation Act and its amendments to Reserve Bank of India Act 1934 and its amendments, clear, have been extensive powers to RBI to regulate the operations of commercial banks in India. So this result in the increase in the public confidence, control of the frequent failures of the bank in the country. ഇതൊക്കെ തടയാനും ക്ലിയർ ആളുകൾക്കൊരു പബ്ലിക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനും അവരുടെ സേവിങ് ഹാബിറ്റൊക്കെ കൂട്ടാനും ഒക്കെ ഇത് കാരണമായിട്ടുണ്ട്. ഓക്കെ. ഇൻഡസ്ട്രിയൽ ഫിനാൻസിന് വേണ്ടി അല്ലേ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ പ്ലേയിങ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഇൻഡസ്ട്രിയൽ ഫിനാൻസ്. നേരത്തെ ഇല്ലാത്തതും എമർജ് ചെയ്ത് വന്നിട്ടുള്ളൊരു സിറ്റുവേഷനാണത്. ക്ലിയർ. അപ്പോൾ നേരത്തെ ട്രേഡും കൊമേഴ്സിനും ഇൻഡസ്ട്രിയും ഷോർട്ട് ടേം ലോൺ മാത്രമാണ് കൊടുത്തത്. ഇപ്പം അങ്ങനെ ഇല്ല. ക്ലിയർ. ഏത് തരത്തിലുള്ള ലോണും ഇൻഡസ്ട്രിയുടെ നീഡ്സിന് ആവശ്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള ലോണും കൊമേഴ്ഷ്യൽ ബാങ്ക് നൽകുന്നു. ക്ലിയർ. മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്തുകൂടെ ചെയ്യുന്നു? കൺസോർഷ്യം ലെൻഡിങ്. വലിയ ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസ് ആണ്, അവർക്ക് ലാർജ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് ഒരു ബാങ്കിന് മാത്രം കഴിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ദ ഫോം എ കൺസോർഷ്യം ഓഫ് അതർ ബാങ്ക്സ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ കൺസോർഷ്യൽ ലെൻഡിങ്ങും വന്നിട്ടുണ്ട്. സോ മെനി ബാങ്ക് ഹാവ് സ്റ്റാർട്ടഡ് മെർച്ചൻറ്റ് ബാങ്കിങ് ഡിവിഷൻസ് ടു പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ ഗൈഡൻസ് ആൾസോ. ക്ലിയർ. അവർ ഷെയർസൊക്കെ അണ്ടർറൈറ്റ് ചെയ്യുന്നു, ഡിബഞ്ചേഴ്സൊക്കെ അണ്ടർറൈറ്റ് ചെയ്യുന്നു. ക്ലിയർ. അങ്ങനെയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. മർച്ചൻറ്റ് ബാങ്കിങ് സർവീസ് ചെയ്യുന്നു. ബാങ്കേഴ്സ് അത് ഇഷ്യൂ ആയിട്ട് പ്രവർത്തിക്കുന്നു, ഇഷ്യൂ മാനേജ്മെൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഫിനാൻഷ്യൽ സർവീസ് ആയിക്കോട്ടെ ബാങ്കിങ് സർവീസ് ആയിക്കോട്ടെ ഒക്കെ ബാങ്കുകൾ ഏറ്റെടുക്കുന്നുണ്ട്. സോ ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ബാങ്കിങ്. ക്ലിയർ. So today commercial banks are providing medium term and long term loans and cater to the needs of agriculturists, industrialists, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ലോണുകളും ഇവിടെ നൽകപ്പെടുന്നുണ്ട്. Then shift from banking from big customers to small customers. അല്ലേ. നേരത്തേക്കാണെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കസ്റ്റമർ എന്ന് പറഞ്ഞ ലിസ്റ്റ് വളരെ കുറവായിരുന്നു. ക്ലിയർ. കുറച്ച് ആളുകൾക്ക് കൂടുതൽ ലോൺ കൊടുക്കുക എന്നുള്ളതാണ് പഴയ കാലത്തെ ബാങ്കുകളുടെ ഒരു പ്രവർത്തന ശൈലി. ഇപ്പം അങ്ങനെയാണോ? അല്ല, അതൊക്കെ മാറി അല്ലേ. കൂടുതൽ ആളുകൾക്ക് കുറച്ച് ലോൺ കൊടുക്കുക എന്നുള്ളതായിട്ട് മാറി. ക്ലിയർ. അപ്പോൾ ക്രെഡിറ്റിൻ്റെ എക്സ്പാൻഷൻ കൂടുകയാണ്. ക്ലിയർ. സ്മോൾ കസ്റ്റമേഴ്സിന് ക്ലിയർ ചെറിയ എമൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ അതുവഴി നേരത്തെ ആണെങ്കിലോ സ്മോൾ ആയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സിന് ക്ലിയർ അവർ നമ്മളെ ബിഗ് കസ്റ്റമേഴ്സ് പറയും. എന്താ കാരണം? അവർ വലിയ എൻ്റർപ്രൈസസ് ഒക്കെ ഉള്ള അവരുടെ ഓണേഴ്സ് ആയിരിക്കും. അവർക്കാണ് ലോൺ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലോണിൽ നിന്ന് മാറി കോടിക്കണക്കിന് രൂപ കൊടുക്കും. ഇവിടെയാണെങ്കിലോ ചെറിയ ആളുകളുടെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആയിരക്കണക്കിനോ 2,000 രൂപയോ 5,000 രൂപയോ 10,000 രൂപയോ അല്ലെങ്കിൽ 1,00,000 രൂപയോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ നീഡ്സ്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ക്ലിയർ കസ്റ്റമേഴ്സിന് വളരെ കൂടുതൽ കസ്റ്റമേഴ്സിന് സ്മോൾ ക്രെഡിറ്റ് കൊടുക്കുന്ന തരത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ക്ലിയർ. സോ 60% ഓഫ് ദി ഡിപ്പോസിറ്റേഴ്സ് ബിലോങ്സ് ടു ഓഫീസ് വർക്കേഴ്സ്, സ്മോൾ ട്രേഡേഴ്സ്, ഓർഡിനറി cultivators, etc.
So the commercial bank introduces special schemes like differential rate of interest scheme for providing concessional credit to economically and weaker sections of the society. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയോടുകൂടി കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നു. അപ്പോൾ അവരെ കൂടെ ബാങ്കിങ്ങിൻ്റെ ഹാബിറ്റിലേക്ക് കൊണ്ടുവരാനും മണി ലെൻഡേഴ്സിനെയും അതുപോലെ തന്നെ ഇൻഡിജിനസ് ബാങ്കേഴ്സിൻ്റെ ക്ലച്ചസിൽ നിന്നും അവരെ മോചിപ്പിക്കാനും അവരെ ഓർഗനൈസ്ഡ് ബാങ്കിങ്ങിലേക്ക് കൊണ്ടുവരാനൊക്കെ ഇതുവഴി കഴിയുന്നുണ്ട്. ന്യൂ ഇന്നോവേറ്റീവ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസും ഡൈവേഴ്സിഫിക്കേഷൻസും ഒക്കെ വഴി ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഓക്കെ, so now commercial banks are adopting new innovations and technology and diversification in their operations to improve their performance. So these innovations are mainly consisting of adoption of particularly participatory approach. ഒരു participatory approach കൊണ്ടുവരിക. So the activities includes adoption of participatory approach, adoption of consortium approach in lending, then provisioning of single window lending, then introduction of credit card facility, introduction of new technology, mechanization and computerization in lending operations, introduction of related activities such as merchant banking, mutual funds, hire purchase finance. Okay, then paying more attention to consolidation, sophistication, better consumer services and better profitability. ഇങ്ങനെ ഇപ്പോൾ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടെ ബ്രോഡ് ബേസ്ഡ് ആയിട്ട് മാറുന്നതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ടെക്നോളജി അഡോപ്ഷൻ, ബാങ്കുകളൊക്കെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറിയിട്ടുണ്ട്. ഓട്ടോമേറ്റഡ് ലെഡ്ജർ പോസ്റ്റിംഗ് മെഷീൻ, ഓട്ടോമേറ്റഡ് ATM, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, അതുപോലെ തന്നെ ടോട്ടൽ ബ്രാഞ്ച് ഓട്ടോമേഷൻസ് ഓർ കോർ ബാങ്കിങ് സൊല്യൂഷൻ നമ്മൾ പറയും. ഇപ്പോൾ കോർ ബാങ്കിങ്ങിൻ്റെ വന്നതോടുകൂടിയാണ് നെറ്റ് ബാങ്കിങ്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, അതുപോലെ ATM ഇതൊക്കെ എക്സ്പാൻഷൻ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇതിനുമായി ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് കോർ ബാങ്കിങ് സൊല്യൂഷൻ. ഓക്കെ, so core banking solutions, CBS എന്ന് പറയുന്നു. Then keeping a view the large branch network of these branches, the core banking solution is being laid across them in a phased manner. Phased manner ആണെങ്കിൽ ഇപ്പോൾ മിക്കവാറും എല്ലാ ബാങ്കുകളിലും ഇത്തരത്തിലുള്ള സർവീസ് ആയിട്ടുണ്ട്. So according to the latest estimates, CBS covers around 40% of the bank. ഇത് 2015 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കേട്ടോ, പക്ഷെ ഇപ്പോഴൊക്കെ മാറി. So almost 90% CBSലേക്ക് വന്നു കഴിഞ്ഞു. And according to nearly 70% of the business volume. And ATMs, including shared ATM, aided further by National Financial Switch Initiative for RBI, internet banking, then any branch banking, credit cards, debit cards, etc. are being increasingly offered. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 1,20,000 ATMs നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതുപോലെ ക്യാഷ് ഡിപ്പോസിറ്റിംഗ് മെഷീൻസ് വന്നിട്ടുണ്ട്. സോ ടെക്നോളജി ഹാസ് എനേബിൾഡ് ദ ബാങ്ക്സ് ടു കൺസീവ്, ഡെലിവർ, മാനേജ് ആൻഡ് ഇൻ്റഗ്രേറ്റ് ദർ പ്രൊഡക്ട്സ് ഇൻ ലൈൻ വിത്ത് ദ കസ്റ്റമേഴ്സ് നീഡ്സ്. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്താണോ, ആസ്പിറേഷൻസ് എന്താണോ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ലോണാക്കി കൊടുക്കുകയാണ് ചെയ്യുക. നേരത്തേക്ക് എന്താ ചെയ്യുക, ഒരു ബാങ്കിൽ പോയിട്ട് അവിടെ എങ്ങനെയാണോ ലോണിൻ്റെ സ്കീം അതനുസരിച്ചിട്ട് ഒരു കസ്റ്റമർക്ക് ലോൺ എടുക്കാനേ പറ്റും. ഇപ്പം അങ്ങനെയില്ല. ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമറിൻ്റെ നീഡ് എന്താണോ അതിനനുസരിച്ച് ലോണുകളെ എന്ത് ചെയ്യുന്നു, റീഡ്രാഫ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യുകയും അത് ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റായിട്ട് ഓഫർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിലൊരു മാറ്റമായി. സോ ദ റേഞ്ച് ഓഫ് സർവീസസ് ഇസ് നൗ പ്രൊവൈഡഡ് to both retail and corporate customers, covering different financial products, sweep in, sweep out facilities, channel financing, straight through processing, etc. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം. സോ എ ബാങ്ക് മേ ഓഫർ ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഓൺലൈൻ ആക്സസ് ടു അക്കൗണ്ട് ഇൻഫർമേഷൻ, പേയ്മെൻറ്റ് ആൻഡ് ഫണ്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റീസ് ത്രൂ വെബ്സൈറ്റ്. അതാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആയിട്ട് നമ്മൾ പറയപ്പെടുന്നത്. സോ റേഞ്ച് ഓഫ് സർവീസസ് ഓഫേർഡ് differs from bank to bank and depending on mainly on the type and size of the bank. Internet banking is changing the banking industry and affecting the banking relationship. ഇപ്പോൾ നേരത്തെ ഒരു സെനാറിയോ
ടോട്ടലി വ്യത്യാസമാണ് ഇപ്പോൾ നമുക്ക് അല്ലേ. ഏത് കാര്യങ്ങളും നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ ചെയ്യാൻ പറ്റുന്നു. അതോടുകൂടി ആളുകൾ ബാങ്കിലേക്ക് പോകുന്നതും അല്ലേ, ബാങ്കിൽ പോവുക, ക്യൂ നിൽക്കുക, പൈസ പിൻവലിക്കുക, ഡിപ്പോസിറ്റ് ചെയ്യുക, ഇതൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് അല്ലേ കാര്യങ്ങൾ ഒരു ടെക്നോളജി ഓറിയൻറ്റഡ് ആയുള്ള ഒരു സെനാരിയോ ആയിട്ട് മാറിയിരിക്കുന്നതും. ഓക്കെ, സോ IT കോൺസ്റ്റിറ്റ്യൂട്ട്സ് അബൌട്ട് 20% ഓഫ് ദി ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ബാങ്ക്. ബാങ്കുകളുടെ എക്സ്പെൻഡിച്ചർ വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 20% IT റിലേറ്റഡ് ആയിട്ടുമുണ്ട്. അപ്പോൾ അത് ഇതിന് സിഗ്നിഫിക്കൻസ് ആണ് കാണിക്കുന്നത്. ക്ലിയർ. സോ എ മേജർ ഓപ്പർച്യൂണിറ്റി ലൈസ് in the outreach to rural centers which could bridge urban-rural digital divide. Clear? അപ്പോൾ അതിനൊക്കെ ഇത് സഹായിക്കും. As noted in the draft report of banks internal group set up to examine the issue related to rural credit and microfinance opportunities should in the sector with several possible options like smart card based, clear, Kisan credit card, okay, smart card solutions for self-help groups, biometric ATMs, okay, information kiosk, local language and voice facility, call centers, e-marketing, clear, of self-help groups products through bank payment gateways. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ബാങ്കുകൾ ഇപ്പം എനേബിൾ ചെയ്ത് കൊടുക്കാനുള്ള റെക്കമെൻഡേഷൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടെന്ന് അർത്ഥം. ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസസ് വന്നിട്ടുണ്ട്. ക്ലിയർ. എന്താണ് നെക്സ്റ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസസ് അല്ലേ? നമുക്കറിയാം പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിൻ്റെ നേച്ചർ തന്നെ മാറി. നേരത്തെ ആണെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് പൈസ കൊടുക്കണം എങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ കൊടുത്ത് അത് അയാളുടെ പേരിൽ ഡ്രോ ചെയ്ത് എന്നിട്ടൊക്കെ ചെയ്യണം. ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻ്റ് ഒക്കെ ഓൺലൈനായിട്ട് മാറിക്കഴിഞ്ഞു. ക്ലിയർ. The following are some of the online payment services done by bank in recent time. Shopping online, അതിന് നമ്മൾ സർവീസസ് പ്രൊവൈഡ്. ക്ലിയർ. So one can shop securely online with the existing debit card, credit card or internet banking. Clear. And they can also done through without revealing customers card number. Okay. Prepaid mobile refill. Okay. അതെന്താ വെച്ചാൽ പ്രീപെയ്ഡ് കാർഡുകൾ എന്ത് ചെയ്യുന്നു? സോ ബാങ്ക്സ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ക്യാൻ റീചാർജ് ഹിസ് പ്രീപെയ്ഡ് മൊബൈൽ ഫോൺ വിത്ത് ഹിസ് സർവീസസ്. ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്നു. ക്ലിയർ. അതുപോലെ തന്നെ രജിസ്റ്റർ ആൻഡ് പേ എന്നുള്ള രീതിയിൽ വൺ ക്യാൻ വ്യൂ ആൻഡ് പേ വേരിയസ് മൊബൈൽ ടെലിഫോൺസ്, ഇലക്ട്രിസിറ്റി ബിൽസ്, ക്ലിയർ, ഇൻഷുറൻസ് പ്രീമിയം, ഇതെല്ലാം നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. RTGS ഫണ്ട് ട്രാൻസ്ഫർ. ക്ലിയർ. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്നാണ് പറയുക. RTGS ക്ലിയർ ഒരു ഫണ്ട് ട്രാൻസ്ഫർ മോഡാണ്. ഓക്കെ, എന്താണെന്നൊക്കെ നമ്മൾ പിന്നീട് നോക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, അപ്പോൾ റിയൽ ടൈമായിട്ട് ഫണ്ട് ട്രാൻസ്ഫറിന് ബൾക്കായിട്ടുള്ള ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് RTGS. ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്. ക്ലിയർ. സെൻട്രൽ ടാക്സ് ആയിക്കോട്ടെ, സെയിൽസ് ടാക്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, അല്ലേ, ഇപ്പോഴുള്ള GST ആയിക്കോട്ടെ, ഡയറക്റ്റോ ഇൻഡയറക്റ്റോ എല്ലാം ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ. മൾട്ടി ചാനൽ ബാങ്കിങ്. ഓക്കെ, സോ മൾട്ടി ചാനൽ ബാങ്കിങ് ഹാസ് അക്വയർഡ് ഫർദർ ഡൈമെൻഷൻസ് to include third-party payments such as utility bill through different channels including ATM. Okay, mobile banking, etc. So RTGS system is extended, check truncation system is introduced, and it should raise the customer's experience further. Clear. ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം നേരത്തെ ചെക്കിനൊരു നിശ്ചിത ഫോർമാറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്ത് ചെയ്തു, ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റത്തിൻ്റെ ഫലമായിട്ട് CTS എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഓരോ ചെക്കുകളും അല്ലേ, എല്ലാ ബാങ്കുകളുടെ ചെക്ക് ഒരു നിശ്ചിത ഫോർമാറ്റിലാണ്. അതിൽ ബാങ്കിൻ്റെ പേര്, ഡീറ്റെയിൽസ്, അതിൽ എന്തൊക്കെ കാണിക്കണം. ക്ലിയർ. ബാങ്കിൻ്റെ IFSC കോഡ് അല്ലേ, അങ്ങനെയുള്ള കോഡുകൾ അത് എവിടെ കാണിക്കണം, കസ്റ്റമറുടെ സിഗ്നേച്ചർ എവിടെ കാണിക്കണം, ഇതിനൊക്കെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റിലാണ് ഇപ്പോൾ ചെക്കുകൾ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രങ്കേഷൻ സിസ്റ്റം വഴി നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ഓൺലൈൻ സിസ്റ്റം വഴി ഇതിനെ സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ ഇമേജ് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ. ക്ലിയർ. നേരത്തെ ഫിസിക്കലായിട്ടൊരു ചെക്ക് കളക്ഷന് വേണ്ടി അയക്കണമെങ്കിൽ ഒരു ചെക്ക് കിട്ടിയ ബാങ്ക് എന്ത് ചെയ്യണം, അവർ ഈ ചെക്കിനെ ഒരു ലെറ്റർ തയ്യാറാക്കി, ക്ലിയർ, ആ ചെക്കിനെ ഇതിൽ എൻക്ലോസ് ചെയ്ത് ഒരു കവറിലിട്ട് അടച്ച് ആ കവറിൽ അഡ്രസ്സ് ചെയ്തിട്ട് ആ ബാങ്കിലേക്ക് അയച്ചു കൊടുക്കണം പോസ്റ്റൽ വഴി. ആ ബാങ്കിൽ ആ ചെക്ക് എത്തി അവരത് കളക്ട് ചെയ്യാൻ വേണ്ടി നോക്കി, അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടോ നോക്കി, ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, എമൗണ്ട് പേ ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് DDയോ ഇൻസ്ട്രുമെൻറ്റോ ആക്കിയിട്ട് വീണ്ടും കവറിലാക്കി ഇങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുകയാണ് പതിവ്. ക്ലിയർ. ഇതിവിടെ നമ്മുടെ ലോക്കൽ ബാങ്കിൽ കൊണ്ടുപോയി മാറി അവർ പൈസയാക്കും. ഇങ്ങനെ വലിയൊരു പ്രോസസ്സാണ് ഇതിൻ്റെ പറയുന്നത്. ഇപ്പം അങ്ങനെയാണോ? അല്ല. ഇപ്പം ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം വന്നതോടുകൂടി എന്തായി, ചെക്കിൻ്റെ
കളക്ഷൻ വളരെ എളുപ്പമായിട്ട് മാറി. കാരണം എന്താ, ഈ സ്കാൻഡ് കോപ്പി ഓഫ് ചെക്ക്, ക്ലിയർ, ചെക്കിനെ അവർ സ്കാൻ ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ സിസ്റ്റത്തിൽ ക്ലിയറിലൂടെ ട്രാൻസ്ഫർ ചെയ്യും. ഈ ട്രങ്കേറ്റഡ് ചെക്കുകൾ വരുന്ന സമയത്ത് ഏത് ബാങ്കിലേക്കാണോ അത് ഉള്ളത് ആ ബാങ്കിൻ്റെ കോഡിൽ ഇത് വിസിബിളാണ്. അവരത് നോക്കും, ഈ ട്രങ്കേറ്റഡ് ചെക്ക് നോക്കി അവരുടെ കസ്റ്റമർ ശരിയാണോ, ചെക്ക് അവർ ഇഷ്യൂ ചെയ്ത് തന്നെയാണോ, അല്ലെങ്കിൽ കസ്റ്റമർ ഇഷ്യൂ ചെയ്ത ചെക്കാണോ, സിഗ്നേച്ചർ കറക്റ്റാണോ നോക്കിയിട്ട് എന്ത് ചെയ്യും, പേയ്മെൻറ്റ് അപ്പം തന്നെ ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ, ചെക്ക് നേരിട്ട് അയച്ചു കൊടുക്കണോ, ഫിസിക്കൽ ഡെലിവറി ഇല്ല. ഈ രീതിയിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഫണ്ട് മൂവ്മെൻറ്റ്സിന് ഇത് സഹായകരമായി മാറിയിട്ടുണ്ട്. ക്ലിയർ. സോ ഈ രീതിയിലുള്ള സിസ്റ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ദ ഡേ ഈസ് നോട്ട് ഫാർ ഓഫ് വെൻ ദ ബാങ്ക്സ് വുഡ് ബി വ്യൂഡ് മോർ as technological companies offering banking products and services. While bank branches would continue to function, they would be reorient themselves as relationship centers rather than റൊട്ടീൻ ബാങ്കിങ് സർവീസ് അല്ലേ. ഇപ്പോൾ മിക്കവാറും ആൾക്കാരും ബാങ്കിൽ പോകാതെ തന്നെ സർവീസൊക്കെ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഒരു പക്ഷേ എന്തായിട്ട് മാറും, ഇപ്പോഴുള്ള ബ്രാഞ്ചുകളൊക്കെ ക്ലിയർ കസ്റ്റമർ റിലേഷൻഷിപ്പ് സെൻറ്റേഴ്സ് ആയിട്ട് മാറും, ക്ലിയർ കോൾ സെൻറ്റേഴ്സ് ആയിട്ട് മാറും, ക്ലിയർ കസ്റ്റമറുടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റേഷൻ മാത്രം. കാരണം ബാക്കിയൊക്കെ നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഇത് മാറിയെടുക്കാം. So more and more technology expansion is expected in the banking sector in the coming years. Clear, in areas such as implementation of data center, അല്ലേ, ഈ ഡാറ്റയൊക്കെ കീപ്പ് ചെയ്യുന്നത് എന്ത് ചെയ്യണം, സെർവർ വേണം, അല്ലേ, സ്റ്റോറേജ് വേണം, ഡാറ്റാബേസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാ സെൻറ്റേഴ്സ്, എക്സ്പാൻഷൻ ഓഫ് കോർ ബാങ്കിങ് സർവീസസ് അല്ലെങ്കിൽ സൊല്യൂഷൻ, ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാൻ BCP, ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻസ്, ഇൻസ്റ്റലേഷൻ, IT സെക്യൂരിറ്റി, ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി, ക്ലിയർ, അതുപോലെ തന്നെ ഡാറ്റ സെക്യൂരിറ്റി, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്, ക്ലിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റം ഒക്കെ EDI വഴിയാണ് ചെയ്യുന്നത്, ക്ലിയർ, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്. ഓക്കെ, അങ്ങനെ സ്റ്റോറേജ് സൊല്യൂഷൻ സച്ച് ആസ് സ്റ്റോറേജ് ഏരിയ, ക്ലിയർ, നെറ്റ്വർക്ക് ആക്സസ് സ്റ്റോറേജ്, ഇങ്ങനെ പലതരത്തിലുള്ള ഇതിലേക്ക് നമുക്ക് മാറുന്നു. ഓക്കെ. So compliance to regulatory standards like Basel II, clear, implementation, customer relationship management solution, data warehouse, data mining tools, channel integration, global treasury, performance, clear, performance monitoring tools, ഇതെല്ലാം ടെക്നോളജി ഓറിയൻറ്റേഷൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ക്ലിയർ. മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ഓഫ് ബാങ്ക്, പല ബാങ്കുകളും മറ്റുള്ള ബാങ്കുകളിൽ മെർജ് ചെയ്യാറുണ്ട്, അല്ലേ. ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, ക്ലിയർ, ലക്ഷ്മി വിലാസ് ബാങ്ക്, ക്ലിയർ, RBI ഹാസ് given permission to merge one bank with another bank. ഇങ്ങനെയുള്ള മെർജേഴ്സ് നടക്കുന്നുണ്ട്. ക്ലിയർ. സെൻട്രൽ ഗവൺമെൻറ്റും അങ്ങനെയുള്ളൊരു പോളിസിയിലാണ്. ഈ നിലവിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ മെർജ് ചെയ്തിട്ട് കുറച്ച് ബാങ്കുകളാക്കി മാറ്റാനാണ് സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ നോക്കുകയാണെങ്കിൽ 5 or 6 ബാങ്കുകളായിട്ട് മാറും, ക്ലിയർ, പബ്ലിക് സെക്ടർ ബാങ്കുകൾ. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ഓഫ് ബാങ്ക്സ്. ഓക്കെ. ദെൻ മൊബൈൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ, ക്ലിയർ. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നു, മൊബൈൽ ബാങ്കിങ്ങിൻ്റെ ട്രാൻസാക്ഷൻ വളരെയധികം കൂടുതൽ വന്നിട്ടുണ്ട്, അല്ലേ. ഇപ്പോൾ മിക്കവാറും എല്ലാ ബാങ്കുകളും, കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഇൻക്ലൂഡിങ് പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ത് ഓഫർ ചെയ്യുന്നു, മൊബൈൽ ബാങ്കിങ് സർവീസസ് ഓഫർ ചെയ്യുന്നു. മൊബൈൽ ആപ്ലിക്കേഷൻ, ക്ലിയർ, മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ അവരുടേതായിട്ടുള്ള തയ്യാറാക്കി നൽകുന്നുണ്ട്, ക്ലിയർ. ഇപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ബാങ്കിങ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. സോ RBI ഹാസ് അഡോപ്റ്റഡ് bank-led model in which mobile phone banking is promoted through business correspondence of bank. Okay. Then outsourcing activities of Indian banks. Clear. So Indian banking systems is witnessing robust growth under the influence of changing regulatory environment, rapid technological advancement, heightened competition and consolidation. അപ്പം അങ്ങനെയുള്ളൊരു നിലവിലുള്ള സാഹചര്യത്തിൽ ദിസ് changing landscape of the banking industry is driving banks to explore the outsourcing options to achieve efficiency. എന്താ ഔട്ട്സോഴ്സിങ് നമുക്കറിയാം, അല്ലേ. ഒരു ബാങ്കുകൾക്ക് കോറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ബാങ്കിൽ ചെയ്യുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഔട്ട്സോഴ്സ് ചെയ്യുന്നു. ഇപ്പോൾ ഡിപ്പോസിറ്റ് കളക്ഷനോ ലോൺസിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ശരി, അല്ലേ, ലോണിൻ്റെ ആളുകളെ പ്രൊക്യൂർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ സർവീസ് ആണെങ്കിലും ഇങ്ങനെയുള്ള കുറേയധികം സർവീസുകളൊക്കെ എന്ത് ചെയ്യപ്പെടുന്നു, ഔട്ട്സോഴ്സ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഈവൻ ATMലേക്ക് ഫില്ല് ചെയ്യുന്നത് പോലെ എന്താ, ഔട്ട്സോഴ്സ്ഡ് ആയിട്ടുള്ള ഏജൻസീസാണ് ഫില്ല് ചെയ്യുന്നത്, ക്ലിയർ. ബാങ്കിൻ്റെ സ്റ്റാഫല്ല ശരിക്കും ഫില്ല് ചെയ്യുന്നത്. പിന്നെ എന്താ, ബാങ്ക് ചില ഏജൻസികൾക്ക് അത് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്, ATMൽ കറൻസി ഫില്ല് ചെയ്യുക, ATM മെയിൻ്റനൻസ് ചെയ്യുക, IT സർവീസസ് മെയിൻ്റനൻസ് ചെയ്യുക, ക്ലിയർ. അതുപോലെ തന്നെ കോൾ സെൻറ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുക, ഡാറ്റാ സെൻറ്റർ ഓപ്പറേറ്റ് ചെയ്യുക, ATM മെയിൻ്റനൻസ് ചെയ്യുന്നു, ക്ലിയർ.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഔട്ട്സോഴ്സിങ് വഴി ചെയ്യുന്നു. ഓക്കെ, പ്രത്യേകിച്ച് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ലീഗൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ക്ലിയർ, സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, കസ്റ്റമർ റിലേഷൻസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഔട്ട്സോഴ്സ്ഡ് ആയിട്ടാണ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ക്ലിയർ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ കേസ് നമുക്കറിയാൻ പറ്റും അല്ലേ. കുറേ വർഷങ്ങളായിട്ട്, ഏകദേശം 2000-ന് ശേഷം 2004 അല്ലെങ്കിൽ 2005, 2006 കാലഘട്ടങ്ങൾ മുതൽ ക്ലിയർ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ക്ലിയർ, കാരണം സോഷ്യൽ ഇൻക്ലൂഷനും പൊളിറ്റിക്കൽ ഇൻക്ലൂഷനൊക്കെ നടന്നാൽ എല്ലാ ആൾക്കാരെയും പൊളിറ്റിക്കലി സോഷ്യലൊക്കെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അല്ലേ, ഫിനാൻഷ്യലി അവരങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് എല്ലാ ആൾക്കാരെയും ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ക്ലിയർ, ഈ എന്ത് ചെയ്യണം, എല്ലാ ആളുകൾക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം അല്ലേ, എല്ലാ ആളുകളുടെയും പേരിലും ഒരു ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരു മൊബൈൽ ഫോൺ, ക്ലിയർ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത്തരത്തിൽ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ക്ലിയർ ഒരു ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് അല്ലേ റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു 4-5 വർഷം മുമ്പ്, 5-6 വർഷം മുമ്പ് എന്ത് ചെയ്ത് പ്രൈം മിനിസ്റ്റർ ഒരു സ്കീം ലോഞ്ച് ചെയ്തു, ക്ലിയർ, ജൻധൻ അക്കൗണ്ട് എന്ന് പറയും. ക്ലിയർ, അപ്പോൾ അത്തരത്തിൽ ഉള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായി സീറോ ബാലൻസ് അക്കൗണ്ടുകൾ, നോ ഫ്രിൽ അക്കൗണ്ടുകൾ എന്നാണ് ഞാൻ പറയാം. ക്ലിയർ, ദീസ് അക്കൗണ്ട്സ് ആർ കോൾഡ് ആസ് നോ ഫ്രിൽ അക്കൗണ്ട്. ക്ലിയർ, അവിടെ ഒന്നും നമ്മൾ ബാക്കി വെക്കേണ്ട കാര്യമില്ല, എല്ലാം കംപ്ലീറ്റ് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, സീറോ ബാലൻസ് കീപ്പ് ചെയ്യാം, അതിന് ഫൈനൊന്നുമില്ല. ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ, ഈ ജൻധൻ അക്കൗണ്ട് വഴി ക്ലിയർ നമ്മൾ സബ്സിഡീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ LPG സബ്സിഡി കിട്ടുന്നതും ക്ലിയർ, ഗ്യാസിൻ്റെ സബ്സിഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വളം വാങ്ങിച്ചതിൻ്റെ സബ്സിഡി, അല്ലെങ്കിൽ ഫെർട്ടിലൈസറിൻ്റെ സബ്സിഡി ആയിക്കോട്ടെ, ക്ലിയർ, മറ്റുള്ള സെൻട്രൽ ഗവൺമെൻറ് കിട്ടുന്ന അസിസ്റ്റൻസ് ആയിക്കോട്ടെ, പെൻഷൻ ആയിക്കോട്ടെ, ഒക്കെ ഇതിലൂടെ റൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ആൾക്കാരെയും ബാങ്കിങ്ങിലേക്ക് കൊണ്ടുവരിക, ഫിനാൻഷ്യലിലേക്ക് കൊണ്ടുവരിക അല്ലേ, ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടി ഫിനാൻസ് ക്ലിയർ നമ്മൾ കൊണ്ടുവന്നുള്ള സ്കീംസ് ഒക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നോ ഫ്രിൽ അക്കൗണ്ട് അല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് അല്ലേ. അതിൻ്റെ നമ്മൾ പറയപ്പെടുന്നത് ജൻധൻ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ, ജൻധൻ യോജന, പ്രധാനമന്ത്രി ജൻധൻ യോജന, ക്ലിയർ, PMJDY. എന്തായി ജൻധൻ യോജന? സോ ഇറ്റ്സ് എ നാഷണൽ മിഷൻ ഓൺ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ക്ലിയർ, encompassing as an integrated approach to bring about comprehensive financial inclusion of all households in the country. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും, എല്ലാവർക്കും ഉള്ളതാണ് ഏറ്റവും നല്ലത്, ഒരാൾക്കെങ്കിലും എന്ത് വേണം, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കുക. ആ രീതിയിലാണ് ഇത് കൊണ്ടുവന്നത്. ക്ലിയർ, സോ പ്ലാൻ envisages universal access to banking facilities with the at least one basic bank account for every household. ക്ലിയർ, ഫിനാൻഷ്യൽ ലിറ്ററസി, ഓക്കെ, എല്ലാ ആളുകൾക്കിടയിലും എന്ത് വളർത്തുക, ഫിനാൻഷ്യൽ ലിറ്ററസി കൊണ്ടുവരിക. അപ്പോൾ അതിൻ്റെ ഭാഗമായി കുറേയധികം പ്രോഗ്രാം അല്ലേ, ഡിജിറ്റൽ ഇന്ത്യ, ക്ലിയർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ കൊണ്ടുവരികയും ക്ലിയർ ഫിനാൻഷ്യൽ ലിറ്ററസി കൊണ്ടുവരികയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നുള്ള കാര്യമാണ്. ആക്സസ് ടു ക്രെഡിറ്റിൻ്റെ ആക്സസ് ഉറപ്പുവരുത്തുക. ക്ലിയർ, അപ്പോൾ ഇത് നേരത്തെ ആളുകൾക്ക് അറിയില്ല, അങ്ങനെ ഒരു ക്രെഡിറ്റ് ബാങ്കിലൂടെ കിട്ടും അല്ലേ, നമുക്കൊരു അക്കൗണ്ടിലൂടെ പൈസ കിട്ടും, അല്ലെങ്കിൽ അക്കൗണ്ടിലൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എമൗണ്ട് വരെ വിഡ്രോ ചെയ്യാൻ പറ്റും. ഇതൊന്നും അറിയാത്തതുകൊണ്ട് മണി ലെൻഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. അവരാണെങ്കിലോ എക്സോർബിറ്റൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അപ്പോൾ അതൊന്നൊക്കെ ഒഴിവാക്കിയെടുക്കാൻ ഇത് വഴി കഴിയാൻ പറ്റും. ക്ലിയർ, അതുപോലെ റുപ്പേ ഡെബിറ്റ് കാർഡ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു, റുപ്പേ ഡെബിറ്റ് കാർഡ് കൊടുക്കുന്നു. ക്ലിയർ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ബൈ വേ ഓഫ് റുപ്പേ ക്രെഡിറ്റ് കാർഡ് ഹാവിങ് ഇൻബിൽറ്റ് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജ് ഓഫ് ₹1 lakh. ഈ ജൻധൻ അക്കൗണ്ട് ഹോൾഡേഴ്സിന് 2 തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ. അവർ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഇങ്ങനെ ഇൻഷുറൻസ് സ്കീം അതിനുള്ള പ്രീമിയം വളരെ കുറവാണ്. ക്ലിയർ, ചില അക്കൗണ്ടൊക്കെ ₹14, ₹15 അങ്ങനെയൊക്കെ ഉള്ളൂ. ക്ലിയർ, വാർഷിക പ്രീമിയം, ഓക്കെ, അല്ലെങ്കിൽ ക്വാർട്ടർലി പ്രീമിയം. ഓക്കെ, അതുപോലെ തന്നെ ചിലതിന് ₹100, ₹300 അടച്ച് ഇയർലി അടച്ചു കഴിഞ്ഞാൽ ₹1,00,000, ₹2,00,000 വരെയുള്ള സംരക്ഷണമുണ്ട്. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനുള്ള സ്കീംസ് ഇതുവഴി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ക്ലിയർ, അങ്ങനെ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, നമുക്കറിയാം, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സ്കോളർഷിപ്പുകളായിക്കോട്ടെ, എമൗണ്ട് ആയിക്കോട്ടെ, സബ്സിഡി ആയിക്കോട്ടെ, അസിസ്റ്റൻസ് ആയിക്കോട്ടെ, പെൻഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, നേരിട്ട് ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതിന് പറയുന്ന സ്കീമാണെന്ത്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അതിനാണ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാനും അക്കൗണ്ട് നമ്പറൊക്കെ മിക്കവാറും എല്ലാ ആപ്ലിക്കേഷൻസിലും ഇപ്പോൾ അത് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ തന്നെ ന്യൂ ലൈസൻസസ്. ക്ലിയർ, so banking laws amendment bill was passed by the parliament in 2012, allowed the Reserve Bank of India to make final guidelines on the issuing of new banking license. Clear, moreover the role of Indian bank government in expanding the banking sector
ഈസ് നോട്ട് വർത്തി. ഓക്കെ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച് സ്മോൾ ഫിനാൻസ് ബാങ്ക്, പേയ്മെൻറ്റ് ബാങ്ക്, ക്ലിയർ, ഇങ്ങനെയുള്ള ഒട്ടനവധി ബാങ്കിങ് ലൈസൻസുകൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ക്ലിയർ, ഇതുവഴിയെല്ലാം എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ആളുകളിലേക്കും ഫിനാൻഷ്യൽ ലിറ്ററസിയും ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും ഒക്കെ എത്തിക്കാൻ കഴിയും. ഓക്കെ, ഇതൊക്കെയാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും.